ഒത്തിരി സന്തോഷം. ബിക്കോസ് അവാർഡിൽ ഞാൻ ഒരിക്കൽ ഒരു ബുക്കിലും അല്ലാതെയും ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മീഡിയ ചൂസ് ചെയ്തപ്പം അച്ഛൻ വലിയ എതിർപ്പ് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 3 വർഷം എനിക്ക് സമയം തരും. ഇഫ് ഐ സക്സീഡ് കുഴപ്പമില്ല, എല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് റേഡിയോയിലേക്ക് പോയത്. പിന്നെ ഒരിക്കലൊരു ദുബായിൽ അച്ഛൻ വന്നിരുന്ന സമയത്ത് ഒരു നമ്പ്യാരെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കേട്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയായിരുന്നു. അപ്പോൾ ഹീ സെഡ്, ഓ ക്രിസ്ത്യൻ അച്ഛനാണോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോൾ അതിനുശേഷം അച്ഛൻ പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. സോ ഐ അണ്ടർസ്റ്റാൻഡ് ഹിസ് അപ്രൂവൽ. അപ്പോൾ ഇന്ന് അവാർഡ് ഫംഗ്ഷന് അമ്മയ്ക്ക് വയ്യ, അച്ഛൻ ഇത്രയും ടയർഡാണ്, ബട്ട് സ്റ്റിൽ അവർ ഓൾ ദ വേ അവർ വന്നു. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു അവാർഡ് കിട്ടാനില്ല അച്ഛനമ്മയും വന്നു എന്നുള്ളത്. പിന്നെ മോറോവർ ഫാമിലിയായിട്ട് ഓൾ ദ വേ ഫ്രം പൊള്ളാച്ചി അനിയത്തി വന്നിട്ടുണ്ട്, ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട്. സോ വെരി ഹാപ്പി. വെരി ജി കെ പിള്ള സാറിൻ്റെ മൂവീസ് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് ഒരു അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത് റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീൽ. പിന്നെ അദ്ദേഹം സിനിമ സീരിയൽ രംഗത്ത് രണ്ടും നിന്നിട്ടുള്ളത് കാരണം സിനിമ സീരിയൽ അവാർഡ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ലെഗസി. ആ ലെഗസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിനോടൊപ്പം കാണുന്നത്. ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾക്കാരും ജൂറിയിലുണ്ടായിരുന്നവരും എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷവും സ്നേഹവും. ഇപ്പം അഭിനയത്തിന് ഒരു അവാർഡ് ലഭിക്കുന്ന ആദ്യമായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ടു സേ സീരിയൽ, യെസ്. ഓക്കെ, അപ്പോൾ അത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു അവാർഡാണ്. അതെ. അപ്പോൾ അത് ഫാമിലി എല്ലാവരും വന്നിരുന്നു. അതെ. അപ്പോൾ അതെങ്ങനെയുണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന്? ഇതിനേക്കാളും ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് ദ മാക്സിമം. എൻ്റെ കൂടെ ഉണ്ടാവാണ്. ആസ് എൻ ആക്ട്രസ് നല്ലൊരു ആക്ട്രസ് ആണ്. പ്രോബബ്ലി അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടിയിട്ടും മേ ബി വളരെ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തത് കാരണം നേരിട്ട് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞോടുകൂടി അത് ശരി, ഇപ്പം എല്ലാവർക്കും അറിയാം. പിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹവും സപ്പോർട്ടും മക്കളുടെയും വൈഫിൻ്റെയും പാരൻസിൻ്റെയും സിസ്റ്ററുടെയും എല്ലാം കിട്ടുമ്പോൾ ഇതിനേക്കാളും എനിക്കൊന്നും ആഗ്രഹിക്കാനോ ചോദിക്കാനോ പറ്റും. ഇപ്പൊ എവിടെ പോകുമ്പോഴും കട്ട സപ്പോർട്ടാണ് പലപ്പോഴും പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നത്. അഭിനയിച്ചു പോലും ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ വിവാഹം കഴിഞ്ഞ ദിവസം കട്ട സപ്പോർട്ടാണ് ഇവിടെയും കാണാൻ പറ്റി. അപ്പൊ അതൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? കട്ട സപ്പോർട്ടാന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കാണുന്നത്. അത് ആ ഒരു പോസിറ്റീവ് മൈൻഡ്, ആൾക്കാരുടെ പോസിറ്റീവ് മൈൻഡ്, അത് തീർച്ചയായിട്ടും അതിന് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. ബട്ട് യെസ്, എൻ്റെ മനസ്സിൽ എപ്പോഴും സീരിയൽ ഞാൻ ഒരെണ്ണമുള്ള സമയത്ത് ഞാൻ വേറെ ചെയ്യാൻ എത്ര, കാരണം ടൈം കമ്മിറ്റ്മെന്റ്. ആസ് എ ലോയർ ഐ ഹാവ് കേസസ് ഉണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വർക്ക് ഉണ്ട്. ഡബിങ് ആർട്ടിസ്റ്റും വോയിസ് ഓവറും എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഫാമിലിക്കും നമ്മൾ ടൈം കൊടുക്കണം. ഇത് കൂടാതെ എഴുത്തിൻ്റെ പരിപാടിയുണ്ട്. 87ാമത്തെ ബുക്ക് വന്നിരിക്കുകയാണ്. സോ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു സീരിയൽ അത് അങ്ങനെ മുന്നോട്ട് തന്നെ പോകും. മൂവീസ് ഇപ്പോൾ ബ്രജേഷ് സെൻ്റെ ഒരു മൂവി ഹൂഡിനി ദ കിങ് ഓഫ് മാജിക്, അതിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്കിൽ 2 മൂവീസ് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ്. മലയാളത്തിലും വരും. റൈറ്റ്, താങ്ക് യു.